ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ബ്രദറിനും കുടുംബത്തിനും വേണ്ടി നാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജോസ് ബ്രദറാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. തൻ്റെ കുടുംബത്തിന് വേണ്ടി മസ്കറ്റിൽ നിന്നുമാണ് താൻ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിന് വേണ്ടിയും അതേപോലെ മസ്കറ്റിൽ തൻ്റെ ജോലി സ്ഥാപനത്തിനും തൻ്റെ ജോലിക്കും വേണ്ടിയും അതിനകത്തൊരു ഉന്നതിക്കായിട്ട് ആ ജോലി സ്ഥാപനത്തിലൊരു ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടും അതേപോലെ നാട്ടിലെ ചില വസ്തുവിൻ്റെ മേളിലുള്ള പ്രശ്നങ്ങൾ മാറേണ്ടതിനായിട്ട് കർത്താവ് അതിനകത്തെല്ലാം വലിയ ക്രമീകരണങ്ങൾ കൊണ്ടുവരേണ്ടതിനായിട്ട് എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? തൻ്റെ പ്രാർത്ഥനാ വിഷയമാണ് നമ്മളെ അറിയിച്ചത്. ഹല്ലേലൂയ. തൻ്റെ ജോലി സ്ഥാപനത്തിൽ തനിക്കൊരു ഉയർച്ച ലഭിക്കേണ്ടതിനായിട്ട് അവിടെ വിശ്വസിച്ചുകൊണ്ട് താൻ ഈ സുവിശേഷത്തിന് വേണ്ടി കരം നീട്ടുമ്പോൾ, ഹല്ലേലൂയ, എൻ്റെ കൂടെ ചേർന്ന് ഇന്ന് ജോലിയിൽ പ്രശ്നമുള്ളവരുണ്ടോ? ഒരു പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടോ? നിങ്ങളുകൂടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് സർവശക്തിയുള്ള ദൈവത്തിൻ്റെ നാമത്തിലാണ്. ഹല്ലേലൂയ. അവൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ അത് തരാമെന്ന് പറഞ്ഞ, ഹല്ലേലൂയ, വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളുടെ മേലിലാണ് ദൈവത്തിൻ്റെ കരം വരുന്നത്. പ്രിയരെ, എൻ്റെ കൂടെ ചേർന്ന് ഈ ജോസ് ബ്രദറിന് വേണ്ടി നിങ്ങളും ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗ്ഗത്തിലെ ദൈവം മുഖപക്ഷമില്ലാത്ത ദൈവം എന്ന് ബൈബിൾ പറയുന്നു. ഹല്ലേലൂയ. യോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് തൻ്റെ സ്ഥിതിയെ മാറ്റിയെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോയി. പ്രിയ സഹോദരങ്ങളെ, ഈ ജോസ് ബ്രദറിന് വേണ്ടി വീണ്ടും ഈ സുവിശേഷത്തിന് വേണ്ടി കരം നീട്ടുവാനായിട്ട് അത്ഭുതം ദൈവം ചെയ്തു കൊടുക്കേണ്ടതിനായിട്ട് കണ്ണുകൾ അടച്ചാട്ടെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ജോസ് ബ്രദറിനും കുടുംബത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താൻ അവിടെ ആയിരിക്കുന്ന ആ ജോലിയിൽ ഒരത്ഭുതം കർത്താവ് ചെയ്തു കൊടുക്കേണ്ടതിനായിട്ട്, കർത്താവെ, തൻ്റെ ആ ജോലി സ്ഥാപനത്തിൽ തനിക്ക് ഹല്ലേലൂയ ഉയർച്ചകൾ ലഭിക്കേണ്ടതിനായിട്ട് എല്ലാ മേഖലയിലും യേശു തന്നെ അവിടെ കരുതേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീണ്ടും ഈ സുവിശേഷത്തിന് വേണ്ടി കരം നീട്ടുവാൻ തന്നെ യേശു മാനിച്ചു എന്ന് പറയുവാനായിട്ട് ഇപ്പോൾ കർത്താവെ അങ്ങ് കരം നീട്ടിയിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരത്തിൽ നിന്ന് വേറെ ആർക്കും ഹല്ലേലൂയ ഞങ്ങളെ കവർന്നു കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ആ കരം സുരക്ഷിതമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മഹത്വമുള്ള കരം ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മുകളിലേക്ക് റിലീസായതിനായി നന്ദി. ഈ സമയത്ത് തന്നെ കർത്താവെ, തന്നെ നാട്ടിലായ കുടുംബത്തിന് വേണ്ടിയും അതേപോലെ താൻ ഈ ദിവസങ്ങളിൽ ഒരു പ്രോപ്പർട്ടിയുടെ വിഷയത്തിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്തും ദൈവത്തിൻ്റെ കരം വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദേശത്തിൽ ഉയർത്തിയാട്ടെ, ദേശത്തിൽ മാനിച്ചാട്ടെ. ആയിരിക്കുന്നിടത്തെല്ലാം ദൈവം ഈ മകനെ മാനിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ ഈ ജോസ് ബ്രദറിനെ അങ്ങയുടെ കരത്തിലേൽപ്പിക്കുന്നു. വലിയ നിലയിൽ അങ്ങ് മാനിക്കാൻ പോകുന്നതിനായി സ്തോത്രം. താൻ ഈ ആളുകളിൽ പറയാൻ പോകുന്നു, എൻ്റെ ദൈവം എനിക്ക് വലിയവ ചെയ്തു. കർത്താവ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഒരു അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനേക പട്ടണങ്ങളിൽ നിന്ന് പല മീഡിയ മാർഗങ്ങളിലൂടെ നിങ്ങളെന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ഈ ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്. ഹല്ലേലൂയ. എൻ്റെ ഒരു വലിപ്പമോ എൻ്റെ ഒരു കഴിവ് കൊണ്ടൊന്നുമല്ല, ദൈവം ഓരോ ദിവസവും നടത്തുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. എങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ എപ്പിസോഡിലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ കരം കാണുവാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. ഹല്ലേലൂയ. അനേക സാക്ഷ്യങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവർക്ക് സൗഖ്യം അത് വെളിപ്പെടുകയും, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില രോഗികൾക്ക് അത്ഭുത വിടുതലുകൾ നടക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഞാൻ ചിലരോട് പറയുന്നു, ദൈവം ചിലവർ റൂമിലിറങ്ങി തൊടുന്ന അനുഭവങ്ങളുണ്ടായി. ഹല്ലേലൂയ. വീണ്ടും നിർബന്ധിതനായി ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. കർത്താവ് ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴും ഹല്ലേലൂയ അനേക പ്രയർ റിക്വസ്റ്റുകൾ കാണുവാൻ ഇടയായിത്തീരുന്നു. എങ്കിൽ ഇന്നും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഈ മുമ്പിലുള്ള സാഹചര്യങ്ങൾ ഒരിക്കലും മാറത്തില്ലെന്നായിരിക്കാം കരുതുന്നത്. എന്നാൽ ഈ സത്യവചനം പറയുന്നു, ആകാശം മാറിയാലും ഭൂമി മാറിയാലും വാക്കുമാറാത്ത ഈ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാത്ത ഈ വചനം നിന്നെ നോക്കി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് അവരെ കരകയറ്റുകയും ചെയ്യുമെന്ന്. എങ്കിൽ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൗഖ്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്കിപ്പോൾ തന്നെ അത് ലഭിക്കുമെന്ന് വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ആരും മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു വലിയ കുഴിയുടെ അനുഭവത്തിലാണ്
വചനത്തിലാണോ ഇരിക്കുന്നത്, ഈ വചനം നിങ്ങളെ അതിനകത്തുനിന്ന് കരകയറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കാമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വചനം, ഹല്ലേലൂയ, ആർക്കും മാറ്റാൻ കഴിയാത്ത ഈ വചനം, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി മാറ്റം തരുന്നതാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു. എങ്കിൽ നമ്മുടെ കുറിവാക്യത്തിലേക്ക് ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ്, ചെറിയ ചിന്തയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഹല്ലേലൂയ. കാരാഗ്രഹ ലേഖനം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഹല്ലേലൂയ. ഈ കാരാഗ്രഹ ലേഖനത്തിലും പൗലോസ് തൻ്റെ രഹസ്യങ്ങളെ, തൻ്റെ വലിപ്പത്തെ, കർത്താവുമായിട്ടുള്ള ബന്ധത്തെ വെളിപ്പെടുത്തി കാണിക്കുന്ന ലേഖനമാണിത്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ എൻ്റെ കൂടെ ചേർന്ന് വന്നാട്ടെ. 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. എൻ്റെ കൂടെ വന്നാട്ടെ. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം കാണുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഈ ചാനൽ അതേ അല്പസമയം മാറ്റാതെ നിങ്ങളിത് ശ്രദ്ധിക്കാമെങ്കിൽ ഒരുപക്ഷെ ദൈവം നിങ്ങളോടായിരിക്കാം സംസാരിക്കുന്നത്. ഒരുപക്ഷെ ദീർഘനാളുകളായി നിരാശയിലും വിഷമത്തിലുമായിരിക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ, ചിലവരെന്നെ കേൾക്കുന്നവരിങ്ങനെ പറയുന്നുണ്ടായിരിക്കാം, ഹല്ലേലൂയ, ദീർഘനാളുകളായി ദൈവത്തെ സേവിക്കുന്നുണ്ട്, യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഹല്ലേലൂയ, നിങ്ങളെ വിളിച്ചതും നിങ്ങളെ വേർതിരിച്ചതും ഈ ഭൂമിയിൽ എനിക്കും നിനക്കും ജനനം, അല്ലെങ്കിൽ ഹല്ലേലൂയ എന്നെയും നിന്നെയും ഭൂമിയിൽ ഉളവാക്കിയ ആ ദൈവം ആരാന്നൊന്ന് അല്പസമയം തിരിച്ചറിയുവാനായിട്ട് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ കിടന്നിട്ട് പറയുകയാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അത് തികയ്ക്കാൻ ഉറച്ചുമിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് നിങ്ങൾ തന്നെ വിശ്വസിച്ചുകൊണ്ട് പറയാവോ, എന്നിൽ യേശുവാണ് പ്രവൃത്തി ആരംഭിച്ചത്. ഹല്ലേലൂയ. ഒരു പാസ്റ്ററോ ഒരു ബ്രദറോ ഒരു ഫാദറോ അല്ല എൻ്റെ ജീവിതത്തിൽ പ്രവൃത്തികൾ ആരംഭിച്ചത്. എൻ്റെ ജീവിതത്തിൽ പ്രവൃത്തികൾ ആരംഭിച്ചത് അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനാണ്. ഹല്ലേലൂയ. വാക്കുകൾ കൊണ്ട് ഈ ഭൂമിയെ മുഴുവൻ ഉണ്ടാക്കിയവനാണ്. ഈ കാണുന്ന സകല ഹല്ലേലൂയ ചരാചരങ്ങളെയും ഉളവാക്കിയവൻ എന്നെയും ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തട്ടി ഉണർത്തുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് ആ വാക്ക് പറയാൻ പറ്റുമോ? എൻ്റെ ജീവിതത്തിൽ നല്ല പ്രവൃത്തി, തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ രോഗിയായിട്ടായിരിക്കാം എന്നെ കേൾക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഒരു വിടുതലില്ലാത്ത കടബാധിതയിലായിരിക്കാം നിങ്ങൾ എന്നെ കേൾക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് അവസാനത്തോളം ക്രിസ്തുയേശുവിൻ്റെ നാളോളം അത് തികയ്ക്കാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കാവോ? ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പ്രവൃത്തി ആരംഭിച്ചവൻ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും പ്രവൃത്തി ആരംഭിച്ചത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഇസഹാക്കിനെ ഉളവാക്കിയവൻ തന്നെയാണ് നിങ്ങളെയും ഉളവാക്കിയത്. പഴയ നിയമത്തിൽ ഹല്ലേലൂയ യോസെഫിനെ കൂടെ ഇരുന്നവനാ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ വിക്കനായ മോശയെ വിളിച്ച ദൈവം തന്നെയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ കാട്ടിൽ കിടന്ന് ഹല്ലേലൂയ ദൈവത്തെ രഹസ്യത്തിൽ ആരാധിച്ച് ആ പരസ്യത്തിൽ രാജാവായിരുന്ന ആ ദാവീദിനെ വിളിച്ച ദൈവം തന്നെയാണ് നിങ്ങളെ വിളിച്ചത്. ഒട്ടും ഡൗട്ടില്ലാതെ കാരാഗ്രഹത്തിൽ ഹല്ലേലൂയ കിടക്കുന്ന ഹല്ലേലൂയ പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, അതേ ദൈവം തന്നെയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, ഒരു മാറ്റവുമില്ല. ആ പൗലോസാണ് ഈ ലേഖനം എഴുതുന്നത്. ഹല്ലേലൂയ. ദാനിയേലിനോട് ചോദിച്ചാൽ പറയും, സിംഹക്കുഴിയിൽ സിംഹത്തിൻ്റെ വാതിൽ വായടച്ച ഹല്ലേലൂയ എന്നെ സംരക്ഷിച്ച അതേ ദൈവം തന്നെയാണ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം വിളിച്ചത്. എങ്കിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ, ഇന്ന് നിങ്ങൾ വിഷമിക്കുന്ന സാഹചര്യങ്ങളിൽ, ഓ ഹല്ലേലൂയ, അത് തിന്മയ്ക്കല്ല, നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവൻ്റെ നാമം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അവൻ്റെ വിളിപ്പേരെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? വെളിപ്പാട് പുസ്തകം, ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായം, ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അവൻ്റെ വിളിപ്പേരെന്തുവാന്ന് നമുക്ക് കേൾക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്ന് വന്നാട്ടെ. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവും ആകുന്നു. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കാവോ? ഞാൻ ആൽഫയും ഒമേഗയും, ഞാൻ ആദിയും അന്ത്യനുമാകുന്നു. ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ചത് ആരാന്നറിയാമോ? അവൻ തന്നെയാണ് ആദ്യൻ, അവൻ തന്നെ ആൽഫ, അവൻ തന്നെ ഒമേഗ. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന ചിലവരോട് ഞാൻ പറയുന്നു, ഹല്ലേലൂയ, പുതിയ നിയമത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ നിരാശയോടെ നിൽക്കുന്ന പത്രോസിനെ, ശിമോനായ പത്രോസിനെ രാവിലെ കാണുമ്പോൾ ഇദ്ദേഹം വലയെല്ലാം കഴുകി തൻ്റെ നിരാശയിൽ, ഒന്നും ലഭിച്ചതിൽ നിന്നുള്ള ആ നിരാശയിൽ പടക് കാലിയായിരിക്കുന്ന അനുഭവത്തിൽ, പടക് മാത്രമല്ല കാലി. ഇന്ന് എന്നെ ഇതേപോലെ ചിലവർ കേൾക്കുന്നുണ്ട്.
നിങ്ങളുടെ ബിസിനസ് മുഴുവൻ കാലിയായതുപോലെ അനുഭവത്തിലായിരിക്കുന്നത്. നിങ്ങൾക്കിനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്നാണ് നിങ്ങൾ കുടുംബത്തിൽ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ആ പത്രോസ് ഒരു പക്ഷേ സ്വതമേ ശപിച്ചുകൊണ്ടായിരിക്കാം ഇന്ന് അവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പേഴ്സണലി ഇപ്പം പറയുന്നതായിരിക്കും, ഞാൻ ജനിച്ചത് തന്നെ പ്രശ്നമാണ്. ഹല്ലേലൂയ. എനിക്ക് മാത്രം ഒരു ഉന്നതിയില്ലാത്ത അനുഭവം. ഹല്ലേലൂയ. ഇന്ന് ഇതേപോലെ എന്നെ ചിലവർ കേൾക്കുന്നുണ്ട്. ഞാൻ ചിലരോട് ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് പറയുക, ഇദ്ദേഹം ഇങ്ങനെ വലയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ തുടക്കം മാത്രമല്ല, അവൻ ആൽഫ മാത്രമല്ല. വിളിച്ചത് ദൈവം, തുടങ്ങിയത് ദൈവം എന്ന് മാത്രം പറയല്ല. ചിലവർ ഇപ്പം ഫെഡപ്പായ ഒരു അനുഭവത്തിലാണ് എന്നെ കേൾക്കുന്നത്. ഒത്തിരി ആരാധനയ്ക്കും ഒത്തിരി ദൈവത്തിലൊക്കെ ചാടിയിറങ്ങിയ ആൾക്കാരാണ്. പക്ഷേ ഇപ്പം മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു അനുഭവത്തിൽ ദൈവത്തോട് പരാതികൾ പറയുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ ചിലരോട് പറയുക, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ആ നാളോളം, ക്രിസ്തുയേശുവിൻ്റെ നാളോളം അത് തികയ്ക്കാൻ ശക്തനാണ്. ഓ ഹല്ലേലൂയ. പകുതിയിൽ പ്ലാൻ തെറ്റിപ്പോയി, അയ്യോ ഒന്ന് മാറണേ എന്ന് പറയുന്നതല്ല. നാട്ടിൽ നമുക്കെല്ലാവർക്കും അറിയാം, പല മാർഗങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്നവരുണ്ട്. എന്നെ കേൾക്കുന്ന ചിലവർക്ക് സ്വന്തമായി കാറുള്ളവരുണ്ട്. എന്നെ കേൾക്കുന്ന ചിലവർ ബസ് യാത്ര ചെയ്യുന്നവരുണ്ട്. എന്നെ കേൾക്കുന്ന ചിലവർ ട്രെയിനിൽ പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ചിലരോട് പറയുക, ഹല്ലേലൂയ, എല്ലാ ദിവസവും ഒരേപോലെ പോകണമെന്നില്ല. സ്വന്തം കാറുള്ളവർ ചിലപ്പോൾ പോകുന്ന വഴിയിൽ ഒരു പക്ഷേ കാറിൻ്റെ വീല് പഞ്ചറാകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറ് പറ്റിയിട്ട് പോകുന്ന യാത്ര മുടങ്ങിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. ബസ്സിൽ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ദിവസവും പോകുന്ന ബസ് ചില സമയങ്ങളിൽ സമയം തെറ്റി വരാറുണ്ട്, ചിലപ്പം വരാറില്ല. പക്ഷേ ഇങ്ങനെ ഒരാളല്ല യേശു. ഹല്ലേലൂയ. മുമ്പോട്ട് എങ്ങനെ പോകണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരാളല്ല യേശു. ഏഷ്യാവിൽ ഇങ്ങനൊരു വേർഡുണ്ട്, അവൻ തുടക്കത്തിൽ തന്നെ ഒടുക്കം കണ്ടവനാണ്. നിന്നെ ഭൂമിയിൽ ഉളവാക്കുന്നതിന് മുമ്പേ തൻ്റെ ജ്ഞാനത്തിൽ നീ എങ്ങനെ ആയിത്തീരുമെന്ന് അറിഞ്ഞവനവൻ. നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ പേർ ചൊല്ലി വിളിച്ചവനാണ്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. നീ വെള്ളത്തിലൂടെ കടന്നു പോയാലും തീയിലൂടെ കടന്നു പോയാലും ഓ ഹല്ലേലൂയ അവിടെ എല്ലാം സഹായിക്കാമെന്ന് പറഞ്ഞ ഒരു വലിയ ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, അവൻ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവനാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെ വിളിക്കുന്ന വിളിയാണ് അവൻ തന്നെയാ ആൽഫ, അവൻ തന്നെയാ ഒമേഗ, അവൻ തന്നെയാ ആദ്യൻ, അവൻ തന്നെയാ അന്ത്യൻ. ഹല്ലേലൂയ. ഇന്ന് ഇതേപോലെ എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഓ ഹല്ലേലൂയ, ഇനി ഒന്നും കാണത്തില്ലെന്ന് പറയുമ്പോഴും ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളെ തുടങ്ങിയ വഴി എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കുമ്പോഴും ഹല്ലേലൂയ, പിശാചിന് അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ ശത്രുവിന് അറിഞ്ഞാത്ത ഒരു പ്ലാൻ ബി എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. പ്ലാൻ എ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, നിങ്ങളുടെ ചെവി കണ്ടിട്ടുള്ളൂ, നിങ്ങളുടെ ചെവി കേട്ടിട്ടുള്ളൂ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളൂ. എന്നാൽ അല്ലെങ്കിൽ ഞാൻ വേഗത്തിൽ നിങ്ങളെ തെളിയിക്കുവാനായിട്ടൊന്ന് പോവുകയാണ്. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ അബ്രഹാമിൽ ഒന്ന് തൊട്ടിട്ട് വരാൻ ആഗ്രഹിക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പഴയ നിയമത്തിൽ അബ്രഹാമിനെ നിങ്ങളൊന്ന് നോക്കിയാട്ടെ. ഉൽപ്പത്തി പുസ്തകം 12:2 വാക്യം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചു, നിന്റെ പേർ വലുതാക്കും, നീ ഒരനുഗ്രഹമായിരിക്കും. അബ്രഹാമിനെ വിളിച്ചിറക്കിയ അബ്രഹാമിനോട് തുടക്കത്തിൽ തന്നെ കർത്താവ് പ്ലാൻ എ പറയുകയാണ്. ഇതേപോലെ ഒത്തിരി പ്ലാനുകളിലൂടെയാണ് കർത്താവ് നിങ്ങളെയും എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പം ഈ തുടക്കത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, ഞാൻ നിൻ്റെ പേർ വലുതാക്കും. അങ്ങനെ അബ്രഹാം ഇറങ്ങിത്തിരിക്കുകയാണ്. ആരാ വിളിച്ചെന്നറിയോ? നമ്മളെ കേട്ട ആദ്യനും അന്ത്യനുമാണ്. അങ്ങനെ 15-ാം അധ്യായത്തിലേക്ക് എത്തി. താനിപ്പോൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, പക്ഷെ തൻ്റെ വിഷയത്തിനകത്തൊരു മറുപടിയില്ല. ഏറ്റവും വലിയ പ്രോമിസ് എന്ന് പറയുന്നത് വലിയ ജാതിയാക്കുമെന്നാണ്. 15-ാം അധ്യായം 1-2 വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 15:1 വാക്യത്തിലേക്ക്. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുൾപ്പാട് ഉണ്ടായതെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അതിൽ 2 വാക്യം. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്കെന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശം ദമേശുകാരനായ ഈ എലിയാസർ അത്രേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ.
അബ്രഹാമിനോട് ദൈവം ദർശനത്തിൽ പറയുക, അബ്രഹാമേ ഭയപ്പെടേണ്ട, നിന്നോട് പ്ലാൻ പറഞ്ഞത് ഞാനാ നിന്നെ വിളിച്ചത്, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും നിൻ്റെ പരിചയമൊക്കെയാണ്, ഞാൻ നിൻ്റെ സങ്കേതമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് അബ്രഹാം ഒരു വലിയ നിരാശയിൽ നിന്ന് പറയുക, നീ എനിക്കെന്തോ തരും എന്ന് ഇതേപോലെ പറയുന്ന ചിലവരുണ്ട് എന്നെ കേൾക്കുന്നവർ. ഇത്രയും വലിയ വാഗ്ദത്തങ്ങൾ കേട്ടവർ, ഭയങ്കര വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചവർ, ഇന്ന് മുമ്പോട്ട് എങ്ങനെ പോകണമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്നേ. ഹല്ലേലൂയ. ചിലരോട് ഉറപ്പായി പറയുക, കർത്താവ് നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. ഇപ്പം അബ്രഹാം ദൈവത്തോട് ചോദിക്കുക, നീ എനിക്കെന്തോ തരും, എനിക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ. നിരാശയിൽ നിന്ന് പറയുകയാണ്. അബ്രഹാമിനെ ദൈവം പറയുക, ഞാൻ ഇവിടെ വീണ്ടും ദൈവം തൻ്റെ പ്ലാൻ വീണ്ടും അറിയിക്കുകയാണ്. നിങ്ങൾ അനുഗ്രഹം തന്നെയായിരിക്കും പ്രിയരെ. ദൈവമാണ് നിങ്ങളെ വിളിച്ചത്, ദൈവമാണ് നിങ്ങളുടെ ജീവിതം ആരംഭിച്ചത്, ദൈവമാണ് നിങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് മുറുകെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ രോഗിയായിരിക്കാം എന്നെ കേൾക്കുന്ന, ഒരുപക്ഷെ നിങ്ങൾ കടബാധ്യതയിലായിരിക്കാം, ഒരുപക്ഷെ എല്ലാ വഴികളും അടഞ്ഞവരായിട്ടായിരിക്കാം കേൾക്കുന്നത്. പക്ഷേ അവിടെല്ലാം നിങ്ങൾ ശക്തിപ്പെടാൻ തയ്യാറാകട്ടെ, അവിടെല്ലാം നിങ്ങൾ ഉറച്ചു നിൽക്കാൻ തയ്യാറാകട്ടെ. അബ്രഹാമിനോട് പ്രോമിസ് പറഞ്ഞവൻ തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ നിന്ന് 5-6 വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പിന്നെ അവൻ പുറത്ത് കൊണ്ടു ചെന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിൻ്റെ സന്തതി ഈ വണ്ണം ആകുമെന്ന് അവനോട് കൽപ്പിച്ചു. 6-ാമത്തെ വാക്യം, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഇന്നും ആരോടോ ആത്മാവിൽ വീണ്ടും കർത്താവ് പറയുന്നു, നീ വാലല്ല തല തന്നെയായിത്തീരും, നീ അനുഗ്രഹം അനുഭവിക്കുക തന്നെ ചെയ്യും, നിന്നെ കർത്താവ് മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പക്ഷേ ഇന്നും ഹല്ലേലൂയ ഈ വാഗ്ദത്തങ്ങൾ കേൾക്കുമ്പോഴും ഒരുപക്ഷെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഹല്ലേലൂയ, അബ്രഹാമിനെ മാനിച്ച ദൈവം നിങ്ങളെയും മാനിക്കും. ഹല്ലേലൂയ. 15-ാം അധ്യായത്തിൽ വലിയ വാഗ്ദത്തം കേൾക്കുന്നവൻ നിൻ്റെ വഴി മുഴുവൻ അടയ്ക്കാൻ വീണ്ടും ശത്രു അല്ലെങ്കിൽ പിശാച് 16-ാം അധ്യായത്തിൽ നിൻ്റെ ജീവിതത്തിലേക്ക്, അബ്രഹാമെ നിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഹാഗാറിനെ അയക്കുകയാണ്. പലവരെയും കുടുംബജീവിതത്തിൽ വലിയ പ്രോമിസുകൾ കേട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് ഭാര്യയും ഭർത്താവും മിണ്ടാതെ രണ്ടുപേരും വഴക്കിട്ട നിലയിൽ അന്യോന്യം ഡൗട്ടിൽ കേൾക്കുന്നവർ എന്നെയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കുടുംബജീവിതം തകർന്ന നിലയിലാണോ പോകുന്നത്? ഒരുപക്ഷെ നിങ്ങൾക്കിന്ന് വലിയ ഡൗട്ടാണോ നിങ്ങളുടെ ഹസ്ബൻഡിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ വലിയ ഡൗട്ടാണോ? ഹല്ലേലൂയ. ഞാൻ പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ വലിയ പ്ലാനുകൾ ദൈവത്തിനുള്ളത് കൊണ്ടാണ് ഹല്ലേലൂയ പിശാച് നിങ്ങളുടെ കുടുംബത്തെ തകർക്കുവാൻ നോക്കുന്നത്. ഇപ്പോൾ വാഗ്ദത്തം കേട്ടവൻ ഭാര്യയുടെ വാക്കിൽ ഹാഗാറിൻ്റെ കൂടെ പോവുകയാണ്. 15-ാം അധ്യായത്തിൽ നക്ഷത്രങ്ങൾ പോലെ നിന്നെ സന്തതിയാക്കുമെന്ന് പറഞ്ഞവൻ 16-ാം അധ്യായത്തിൽ കുടുംബം തകരുന്ന രീതിയിൽ ഒരു ഹാഗാർ കയറി നിൽക്കുകയാണ്. ഞാൻ ചിലരോട് പറയുക, ഹാഗാറിന് അബ്രഹാമിൻ്റെ ജീവിതത്തെ അടയ്ക്കാൻ പറ്റുമോ? ഹാഗാറിന് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത പ്ലാനുകളെ മാറ്റിമറിക്കാൻ കഴിയുമോ? ഇന്ന് ഞാൻ ചിലരോട് പറയുക, ഈ രോഗത്തിനോ ഈ പ്രശ്നത്തിനോ ഈ കടബാധ്യതയ്ക്കോ നിങ്ങളെക്കുറിച്ച് ദൈവത്തിലുള്ള പദ്ധതിയെ മാറ്റുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല പ്രിയരെ. വിളിച്ചവൻ വിശ്വസ്തനാണ്, വിളിച്ചവൻ വാക്കുമാറാത്തവനാ. ഹല്ലേലൂയ. 16-ാം അധ്യായം ഹാഗാറിൽ നിന്ന് ഹല്ലേലൂയ ഇശ്മായേൽ ജനിക്കുന്നു. ഇപ്പോൾ അബ്രഹാമിൻ്റെ പ്രതീക്ഷയെല്ലാം തീർന്നു എന്ന് പറയുമ്പോൾ ഒരു പ്ലാൻ ബി നിന്നെക്കുറിച്ചുണ്ട്. ഇന്ന് എന്നോട് ആരോ പറയുന്നുണ്ട്, എൻ്റെ ജോലി മുഴുവൻ അടഞ്ഞു പോയത് അനുഭവത്തിലാണ്, എൻ്റെ വരുമാനം നിന്നുപോയെന്നാണ് തോന്നുന്നത്. വല്ലാത്ത ഭയത്തിൽ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, അബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവം 17-ാം അധ്യായത്തിൽ എല്ലാ പ്ലാനും തീർന്നു എന്ന് പറയുമ്പോൾ ദൈവം നേരിട്ട് ഇറങ്ങി വരുന്നൊരു അനുഭവമുണ്ട്. ഇതേപോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരാൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. 17-ാം അധ്യായം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. എൻ്റെ കൂടെ ചേർന്ന് വന്നാട്ടെ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക്. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവ്വശക്തിയുള്ള ദൈവം ആകുന്നു, നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കുക. ഹല്ലേലൂയ. 2-ാമത്തെ വാക്യത്തിലേക്ക്, എനിക്കും നിനക്ക് മതിയെ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കാവോ? ഹല്ലേലൂയ. ദൈവം 1-ാമത്തെ പ്ലാൻ മുഴുവൻ ഹാഗാർ തീർത്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചവൻ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ തുടക്കം കണ്ടവൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ആ അവസാനത്തെ നാളും ക്രിസ്തു യേശുവിൻ്റെ നാളോളം
നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അത് തികയ്ക്കാൻ ശക്തനാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിനെ തുടർന്ന് ഒരു എപ്പിസോഡും കൂടെ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പ്ലാൻ എ മുഴുവൻ തീർന്നു എന്ന് പറയുമ്പോൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ 17-ാം അധ്യായത്തിൽ നേരിട്ടിറങ്ങിയിട്ട് പറയുക, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. ഹാഗാറിനെ കൊണ്ട് നിൻ്റെ ജീവിതത്തിലെ പ്ലാൻ പിശാചിന് തീർക്കാൻ പറ്റത്തില്ല. 21-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അതാ വാഗ്ദത്ത സന്തതി പിറന്നു വരികയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മളത് കേൾക്കും. എന്നാൽ ഇന്ന് ഞാൻ ചിലരോട് പറയുന്നു, അബ്രഹാമിൽ തുടങ്ങിയവൻ തന്നെ, ഇസഹാക്കിൽ തുടങ്ങിയവൻ തന്നെ, യാക്കോബിൽ തുടങ്ങിയവൻ തന്നെ, ഹല്ലേലൂയ, ദാവീദിൽ തുടങ്ങിയവൻ തന്നെ, ദാനിയേലിൽ തുടങ്ങിയവൻ തന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അവൻ്റെ നാമം ആൽഫ എന്നാണ്, അവൻ്റെ നാമം ഒമേഗ എന്നാണ്. വിശ്വസിച്ചാട്ടെ. ആ അവസാനം വരെയും പ്ലാനുകൾ ഒരിക്കലും മാറാത്ത, മനുഷ്യർ മാറും, സാഹചര്യങ്ങൾ മാറും, പക്ഷേ ദൈവം മാറത്തില്ല. ആ ദൈവം നിങ്ങളെ ഉയർത്താൻ തന്നെ നിൽക്കുന്നത്. എങ്കിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിൻ്റെ നാളോളം ഇത് തികയ്ക്കും. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിലേക്ക് നാം കടന്നു വരുന്നു. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. അടുത്ത എപ്പിസോഡും മിസ് ചെയ്യരുത്. അല്ലെങ്കിൽ വിശ്വാസത്തോടെ കടന്നു വന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. കടന്നു വന്നാട്ടെ. വയറിനിടയ്ക്ക് വേദന ഉണ്ടായിരുന്നു. എന്താ നീ ഇതിനകത്ത് അനുഭവിച്ചുകൊണ്ടിരുന്നത് ഈ 18 വർഷവും? ജനിച്ചിടം തൊട്ട് മോശം പോകത്തില്ലായിരുന്നു. ഇതൊരു ഒരു അസാധാരണ സൗഖ്യമാണ്. 7 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇതുവരെ ഒന്നും നടന്നില്ലായിരുന്നു. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. മെഡിക്കൽ സയൻസിന് അതിനെ സൗഖ്യമാക്കാൻ പറ്റിയിട്ടില്ല. ഇല്ല. ഹല്ലേലൂയ. ഇപ്പൊ എന്തുവാ സംഭവിച്ചത്? ഇപ്പം വയറിന് നല്ല ആശ്വാസമുണ്ട്. വിശ്വസിക്കാമെങ്കിൽ അക്കാര്യങ്ങൾ നല്ലതുപോലെ തട്ടി ഒന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. ഇത് പൂർണ്ണമായി മാറുകയാണ്. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ദൈവത്തിൻ്റെ വലിയ മാറ്റമില്ലാത്ത കരം വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കുവാൻ പോവുകയാണ്. അത് കർത്താവ് വിശ്വസ്തനെന്ന് തെളിയിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ നിങ്ങളും ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? എൻ്റെ കൂടെ ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. എല്ലാ പ്ലാൻ എയും അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ ദൈവം നേരിട്ടിറങ്ങി വന്ന് ഒരു പ്ലാൻ ബി നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ചിലരോട് ഈ സമയത്ത് ആത്മാവിൽ വിളിച്ചു പറയുന്നു, പിശാചിന് ഒരു വഴി അടയ്ക്കാൻ പറ്റത്തുള്ളെങ്കിൽ നിങ്ങളറിയാത്ത 7 വഴികൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഓപ്പണായി വരും. വിശ്വസിക്കാവോ? നിനക്ക് വരുന്നത് 7ആയി തിരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ, നിനക്ക് മുമ്പിൽ 7 വഴി തുറക്കുമെന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ആ പ്ലാൻ ബി തുറക്കാൻ പോവുകയാണ്. ഇപ്പോൾ അടഞ്ഞു, അവസരം തീർന്നു. ഇനി നിരാശയിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായട്ടെ. ഒരു എഴുന്നേൽപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ സമയത്ത് തന്നെ കർത്താവേ, അനേകർ ഹല്ലേലൂയ ജോലി ഭാരത്തിൽ എന്നെ കാണുന്നുണ്ടല്ലോപ്പാ. ഇനി ഒരു വിടുതലില്ലെന്ന് പറയുന്നവരെന്നെ കേൾക്കുന്നുണ്ടല്ലോപ്പാ. ഞാൻ അവർക്ക് വേണ്ടി ഈ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ഇപ്പോൾ ഈ മക്കളുടെ മേളിലേക്ക് റിലീസാകട്ടെ. ദൈവത്തിൻ്റെ ഫേവർ ഇപ്പോൾ ഈ മക്കളുടെ മേളിലേക്ക് റിലീസാകട്ടെ. യേശുവേ, ഞങ്ങളുടെ കരം വെളിപ്പെട്ട് വരണമേ. യേശുവേ, ഇവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ കർത്താവേ, പുത്തനായ ചില ജോലി മാർഗങ്ങൾ ഇവർക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ സമയത്ത് സതീഷ് എന്നൊരു പേർ കർത്താവ് കാണിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പുത്തൻ ജോലിയുടെ മാർഗം, നിങ്ങളുടെ ഭാവിയുടെ മാർഗങ്ങൾ കർത്താവ് തുറക്കുന്നു. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നെ അല്ലെങ്കിൽ സൗമ്യ എന്നൊരു പേർ എഴുതി കാണിക്കുന്നു. സൗമ്യ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചില വഴികൾ ദൈവം തുറക്കാൻ പോവുകയാണ്. പുത്തൻ ചില മാർഗങ്ങൾ ദൈവം തുറന്നു വരാൻ പോവുകയാണ്. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് സന്തോഷം എന്നൊരു പേർ കർത്താവ് എഴുതി കാണിക്കുന്നു. സന്തോഷ, നിങ്ങൾക്ക് വേണ്ടി ഒരു പുത്തൻ ജോലിയുടെ മാർഗം കർത്താവ് തുറന്നു വരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് കർത്താവ് വിസായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. പുതിയ വിസാകൾ ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരുന്നു. വിനോദ് എന്നൊരു പേർ കർത്താവിനെ എഴുതി കാണിക്കുന്നു. വിനോദ്, നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാ വഴികളും അടഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ ഇനി ഒരു മാർഗ്ഗമില്ലെന്ന് പറഞ്ഞ് തന്നെത്താനെ ശപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതകരമായ മാർഗം ദൈവം തുറന്നു തരികയാണ്. വിശ്വാസത്തിൽ നിങ്ങൾ ഇപ്പോൾ അത് സ്വീകരിച്ചാട്ടെ. ഈ വിശ്വാസത്തിൽ ഇപ്പോൾ അതിനെ സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. ജീനു എന്നൊരു പേർ കർത്താവ് കാണിക്കുന്നു. ജീനു, ദൈവം നിങ്ങളെ ഉയർത്തുവാനും മാനിക്കുവാനും പോവുകയാണ്. ഹല്ലേലൂയ.
ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കരം നിങ്ങളുടെ മേളിലേക്ക് വരുന്നു. ഹല്ലേലൂയ. സുനിൽ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സുനിൽ ബ്രദർ, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങളുടെ തുടങ്ങാൻ നോക്കിയതെല്ലാം ഇപ്പോൾ ആ പൈസ നഷ്ടത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു പ്ലാൻ ബി കർത്താവ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരാൻ പോവുകയാണ്. ഇതിനകത്ത് നിങ്ങൾ ഹല്ലേലൂയ ഒരു മേജർ ഷിഫ്റ്റിലേക്ക് മാറാൻ പോവുകയാണ്. വിശ്വാസത്തിൽ തളർന്നു പോകാതെ യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന് തന്നെ വിശ്വസിച്ചാട്ടെ. കർത്താവെ, ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം ഇപ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് ദൈവം തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഒത്തിരി പ്രയാസങ്ങളിലൂടെ പോകുന്ന, ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പോകുന്ന ഓരോ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വഴി തുറക്കട്ടെപ്പാ. ഹല്ലേലൂയ. ഈ സമയത്ത് ഹല്ലേലൂയ ആ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം കർത്താവ് ചെയ്തു കൊടുക്കണമേ. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവേ, ഈ സമയത്ത് കർത്താവേ, കിഡ്നി ഫെയിലിയർ ആയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുത സൗഖ്യം എൻ്റെ ദൈവം ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശു ഇന്നും സൗഖ്യമാക്കുന്നുവെന്നും യേശു ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നുവെന്നും ആ നാമത്തിൽ ഇന്നും വിടുതലുകൾ നടക്കുന്നുവെന്ന് ഞങ്ങൾ ഉറക്കെ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആസ്മ രോഗികൾ സൗഖ്യമാകട്ടെ. ത്രോട്ട് ഇൻഫെക്ഷനുകൾ മാറട്ടെ. അല്ലെങ്കിൽ ത്വക്കിനകത്ത് നിൽക്കുന്ന അലർജി രോഗങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവെ, ഇപ്പോൾ തന്നെ കണ്ണിന് കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബിസിനസ്സിനകത്ത് കടം വന്ന് ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റാതെ, വീടിൻ്റെ പണി തീരാതെ, വസ്തു സംബന്ധമായ പ്രശ്നത്തിലായിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതൽ ഇപ്പോൾ ഈ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് വിടുതലായി അയക്കുന്നതിനായി സ്തോത്രം. എൻ്റെ ദൈവം ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. പ്രിയരേ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി നിങ്ങൾ വിശ്വസിക്കുന്നു. വേഗത്തിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും അറിയിച്ചാട്ടെ. ദൈവം നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു, ഈ 65 തുടങ്ങുന്ന നമ്പറുകളിൽ വാട്സാപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ മെസ്സേജുകൾ നഷ്ടമായി പോകുന്നതെന്ന് തോന്നിയാൽ ഹല്ലേലൂയ, ഇവിടെ നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ യൂട്യൂബിനകത്ത് എപ്പിസോഡുകൾ മുഴുവൻ അപ്ലോഡ് ആകുന്നുണ്ട്. ഒത്തിരി സാക്ഷ്യങ്ങൾ വരുന്നുണ്ട്. നല്ല ലൈവ് മെസ്സേജുകൾ വരുന്നുണ്ട്. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ, ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം ഓർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ കൊല്ലം പട്ടണത്തിൽ കർത്താവ് ചെയ്യുന്നു. കൊല്ലത്ത് എല്ലാ ഞായറാഴ്ചയും അഭിഷക്തന്മാർ, ഞാനില്ലാത്ത ആഴ്ചകളിൽ അഭിഷക്തന്മാർ ശുശ്രൂഷിക്കുന്നു. ഹല്ലേലൂയ. വലിയ ഉണർവുകൾ കർത്താവ് അയക്കുന്നു. ഒത്തിരി രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളും നിങ്ങളുടെ ബന്ധുക്കളും കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഹല്ലേലൂയ, ചിലരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ഏകദേശം കഴിഞ്ഞ 3 വർഷവും ഏകദേശം 9 മാസവുമായിട്ട് ഈ മിനിസ്ട്രി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ TV മിനിസ്ട്രി കർത്താവ് ഒത്തിരി പേരിലൂടെ സഹായിച്ചു. ഒത്തിരി പേർ ഇതിൻ്റെ താങ്ങായി. ഞാൻ എല്ലാവരെയും ഓർത്ത് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. എങ്കിൽ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു, നമുക്ക് ഒരുമിച്ച് കയറി നിൽക്കാം. ഒരുമിച്ച് ഹല്ലേലൂയ കർത്താവിൻ്റെ രാജ്യം പണിയുവാനായിട്ട്. ഹല്ലേലൂയ. ചിലരോട് ആത്മാവിൽ വിളിച്ച് പറയുന്നു, ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ നിങ്ങളും ഒരു ഭാഗവത്തായിട്ട് ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുവാനായിട്ട് തുച്ഛം പൈസയുള്ള പ്രിയരെ, നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൽ ഒരുമിച്ച് ചോർന്ന് നിൽക്കാം. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ, സിംഗപ്പൂരിലും മലേഷ്യയിലും ഒക്കെ ഓസ്ട്രേലിയയിലും ഒക്കെ നമ്മുടെ ആരാധനകളുണ്ട്. നിങ്ങളും നിങ്ങളുടെ ബന്ധുക്കളും കടന്നു വന്ന് അനുഗ്രഹം അനുഭവിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഹല്ലേലൂയ, പ്രത്യേകിച്ച് ഒരു കാര്യം ഓർപ്പിക്കുന്നു. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന മസ്കറ്റിൽ നിന്ന് ജോസ് ബ്രദറിനെ കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ, ദൈവം നിങ്ങളെ ഉയർത്തട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുവരെയും സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.